children, welcome back. നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ചാപ്റ്ററിലെ രണ്ടാമത്തെ ക്ലാസ് ആണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഡൈപോൾ മൂലമുണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്താണ്, ഇക്വിപൊട്ടൻറ്റ് സർഫസ് എന്താണ്, പ്രോപ്പർട്ടീസ് ഓഫ് ഇക്വിപൊട്ടൻറ്റ് സർഫസ് ആൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ. ആദ്യം നമുക്ക് ഒരു ഇലക്ട്രിക് ഡൈപോൾ മൂലമുണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്താണെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ എ ബി എന്ന് പറയുന്ന ഇലക്ട്രിക് ഡൈപോൾ കൺസിഡർ ചെയ്യുന്നു. ഡൈപോളിൽ ചാർജ് Q ആണ്, ലെങ്ത് 12 ആണ്. ഈ ഡൈപോളിന്റെ സെൻട്രൽ പോയിന്റ് ആണ് പോയിന്റ് O. കൂടാതെ ഡൈപോളിന്റെ ഡൈപോൾ മൊമെന്റ് P എന്ന് പറഞ്ഞാൽ Q×2L. നമ്മൾ പഠിച്ചിരുന്നു ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എല്ലായ്പ്പോഴും ആക്ട് ചെയ്യപ്പെടുന്ന -Q ചാർജിൽ നിന്ന് +Q ചാർജിലേക്കാണ്. ഈ ഒരു ഇലക്ട്രിക് ഡൈപോൾ മൂലം P എന്ന് പറഞ്ഞ പോയിന്റിലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. P എന്ന് പറഞ്ഞ പോയിന്റ് സെൻട്രൽ പോയിന്റായ O യിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെ സിറ്റുവേറ്റ് ചെയ്യുന്നു. P എന്ന് പറഞ്ഞ പോയിന്റിനെ സെൻട്രൽ പോയിന്റുമായി O യുമായി കണക്ട് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് OP ഡൈപോൾ മൊമെന്റുമായി മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്. നമ്മൾ പഠിച്ചിരുന്നു ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഈക്വൽ മാഗ്നിറ്റ്യൂഡും ഓപ്പോസിറ്റ് നേച്ചറുമുള്ള രണ്ട് ചാർജുകളെ ഒരു വെക്റ്റർ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്നതിന് വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഡൈപോൾ. ഇവിടെ നമുക്ക് രണ്ട് ചാർജുകളുണ്ട്, -Q ചാർജും +Q ചാർജും. ഈ ചാർജ് മൂലം P എന്ന് പറഞ്ഞ പോയിന്റിലെ ടോട്ടൽ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഇതിനുവേണ്ടി നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യും. അപ്പോൾ ആദ്യം നമുക്ക് ഈ രണ്ട് ചാർജും P എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് എന്തുമാത്രം ഡിസ്റ്റൻസ് അകലെയാണെന്ന് അറിയണം. സോ ഞാൻ അസ്യൂം ചെയ്യുന്നു A എന്ന് പറഞ്ഞ പോയിന്റിൽ ഇരിക്കുന്ന -Q ചാർജ് P എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് r1 ഡിസ്റ്റൻസ് അകലെയും, B എന്ന് പറഞ്ഞ പോയിന്റിൽ ഇരിക്കുന്ന +Q ചാർജ് P എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് r2 ഡിസ്റ്റൻസ് അകലെയുമാണെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. സോ എനിക്ക് എഴുതാൻ പറ്റും the potential due to -Q charge at P will be equal to V minus, which will be equal to 1/4πε0 -Q divided by r1. കൂടാതെ B എന്ന് പറഞ്ഞ പോയിന്റിൽ ഇരിക്കുന്ന +Q ചാർജ് മൂലം P എന്ന് പറഞ്ഞ പോയിന്റിലെ പൊട്ടൻഷ്യൽ V plus will be equal to 1/4πε0 Q divided by r2. ഇവിടെ r1ന്റെയും r2ന്റെയും വാല്യൂ നമ്മൾ അസ്യൂം ചെയ്തതാണ്. അതിന്റെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കണം. r1ന്റെയും r2ന്റെയും വാല്യൂ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി A എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും B എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും OP എന്ന് പറഞ്ഞ ലൈൻ സെഗ്മെന്റിലേക്ക് ഞാൻ പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നു. സോ A എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റ് OP എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റിൽ M എന്ന് പറയുന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. സോ എനിക്ക് എന്ത് കിട്ടുന്നു? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടുന്നു. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ AOM. ഈ ഒരു സിറ്റുവേഷനിൽ നമുക്കറിയാം R1 എന്ന് പറഞ്ഞ ലൈൻ സെഗ്മെന്റ് AP ആണ്. ദിസ് വിൽ ബി ഈക്വൽ ടു ദ ലൈൻ സെഗ്മെന്റ് MP. MP എന്ന് പറഞ്ഞ ലൈൻ സെഗ്മെന്റ് എനിക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, MO പ്ലസ് OP. ഇവിടെ നമുക്ക് MO അല്ലെങ്കിൽ OM-ന്റെ വാല്യൂ അറിയില്ല. അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഞാൻ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ AOM കൺസിഡർ ചെയ്യുന്നു. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ AO എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ആണ്. കാരണം ആംഗിൾ AMO എന്ന് പറഞ്ഞ ഇതൊരു റൈറ്റ് ആംഗിൾ ആണ്. സോ ട്രയാങ്കിൾ AOM-ൽ കോസ് തീറ്റ കണ്ടുപിടിക്കുന്നു. ഇവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ AOM ആണ്. കാരണം ആംഗിൾ AOM-ഉം ആംഗിൾ POB-യും ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. രണ്ടും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ആംഗിൾ AOM തീറ്റയാണ്. ഇവിടെ കോസ് തീറ്റ വാല്യൂ കണ്ടുപിടിക്കുന്ന സമയത്ത് കോസ് തീറ്റ വിൽ ബി ഈക്വൽ ടു adjacent side by hypotenuse. That is cos theta will be equal to MO divided by AO. AO have the value L. So MO will be equal to L cos theta. So you can എഴുതാൻ പറ്റും the line segment AP will be equal to R1, which will be equal to MP, which will be equal to PO plus OM, which will be equal to R plus L cos theta. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, R2ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതായത് അതിനുവേണ്ടി ഞാൻ B എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് OP എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റിലേക്ക് ഞാൻ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. എനിക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടുന്നു. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ
ONB. ഈ റൈറ്റ് ഹാൻഡ് ട്രയാങ്കിളിൽ ഞാൻ കോസ് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കുന്ന സമയത്ത് കോസ് തീറ്റ വിൽ ബി ഈക്വൽ ടു ON divided by OB. So ON will be equal to L cos theta. So I can write R2 will be equal to MB, which will be equal to NP, which will be equal to PO minus ON, which will be equal to R minus L cos theta. So now we can apply the superposition principle at the point P. So the total potential at the point P is P will be equal to V minus plus V plus. നമ്മൾ V മൈനസിന്റെയും V പ്ലസിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് we get 1 by 4 pi epsilon naught into minus Q divided by R plus L cos theta plus Q divided by R minus L cos theta. ഈ ഇക്വേഷനിൽ Q എന്ന് പറഞ്ഞാൽ കോമൺ ആണ്. എനിക്ക് എന്ത് ചെയ്യാം, ബ്രാക്കറ്റിനെ പുറത്തെടുക്കാം. കൂടാതെ ഈ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് we will get V will be equal to Q divided by 4 pi epsilon naught minus of R minus L cos theta plus R plus L cos theta divided by R plus L cos theta into R minus L cos theta. അപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ഉത്തരം കിട്ടും V will be equal to 1 by 4 pi epsilon naught P cos theta divided by R square minus L square cos square theta. So this is the equation for potential due to an electric dipole. That is, the potential due to an electric dipole V will be equal to 1 by 4 pi epsilon naught into P cos theta divided by R square minus L square cos square theta. നമുക്കിനി ഇതിന്റെ കുറച്ച് സ്പെഷ്യൽ കേസുകൾ നോക്കാം. ഫസ്റ്റ്, if L very much less than R. നമുക്കറിയാം L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡൈപോൾ ലെങ്തിന്റെ പകുതിയാണ്. R എന്ന് പറഞ്ഞാൽ സെൻട്രൽ പോയിന്റിൽ നിന്ന് P എന്ന് പറഞ്ഞ പോയിന്റിലേക്കുള്ള സെപ്പറേഷൻ ആണ്. So if L very much less than R, then we have the equation for potential equation V equal to 1 by 4 pi epsilon naught into P cos theta divided by R square minus L square cos square theta. ഈ ഇക്വേഷനിൽ L square cos square നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. So the equation become V equal to 1 by 4 pi epsilon naught P cos theta divided by R square. Next, second, if the point P lie on the axial line of the dipole, അതായത് ഡൈപോളിന്റെ ആക്സിയൽ ലൈനിൽ P എന്ന് പറയുന്ന പോയിന്റ് സിറ്റുവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആക്സിയൽ ലൈൻ ആണെന്നുണ്ടെങ്കിൽ തീറ്റ 0 180 ഡിഗ്രി ആയിരിക്കും. So the cos 0 will be equal to cos 180 will be equal to 1. So V will become 1 by 4 pi epsilon naught P divided by R square. Third one, when the point P lie on the equatorial line of the dipole, അതായത് P എന്ന് പറയുന്ന പോയിന്റ് ഡൈപോളിന്റെ ഇക്വറ്റോറിയൽ പോയിന്റ് നിൽക്കുന്ന സമയത്ത് തീറ്റ 90 ഡിഗ്രി ആകുന്നു, കോസ് തീറ്റ 0 ആകുന്നു. സോ പൊട്ടൻഷ്യൽ ബിക്കം 0. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിരുന്നു ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ ഡൈപോൾ ഓൺ ദ ഇക്വറ്റോറിയൽ ലൈൻ ആൻഡ് ആക്സിയൽ ലൈൻ. അതുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇക്വറ്റോറിയൽ പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, പക്ഷേ ഈ സിറ്റുവേഷനിൽ നിന്ന് മനസ്സിലാവും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്തായിരിക്കും, 0 ആണ്. അടുത്ത നമുക്ക് എന്ത് ചെയ്യാം, ഒരു ന്യൂമറിക്കൽ എക്സാമ്പിൾ നോക്കാം. ക്വസ്റ്റ്യൻ, എ ഷോർട്ട് ഇലക്ട്രിക് ഡൈപോൾ ഹാസ് എ ഡൈപോൾ മൊമെന്റ് ഓഫ് 4 into 10 to the power minus 9 coulomb centimeter. Determine the electric potential due to the dipole at a point distance 0.3 centimeter from the center of the dipole, situated A on the axial line, B on the equatorial line, C on a line making an angle of 60 degree with the dipole axis. ഈ ക്വസ്റ്റിനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്നുണ്ട് ഒരു ഇലക്ട്രിക് ഡൈപോൾ ഉണ്ട്. അതിന്റെ ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 into 10 to the power minus 9 കൂളം സെന്റിമീറ്റർ ആണ്. ഈ ഡൈപോളിൽ നിന്ന് 0.3 സെന്റിമീറ്റർ എവയുള്ള പോയിന്റിലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. കൂടാതെ ക്വസ്റ്റിന് പറയുന്നുണ്ട് 0.3 സെന്റിമീറ്റർ എവയുള്ള പോയിന്റ് ആദ്യത്തെ കേസിൽ ആക്സിയൽ ലൈനിലാണ്, രണ്ടാമത്തെ കേസിൽ ഇക്വറ്റോറിയൽ ലൈനിലാണ്, മൂന്നാമത്തെ കേസിൽ ആ പർട്ടിക്കുലർ പോയിന്റ് എന്ത് ചെയ്യുന്നു, നമ്മുടെ
ഡൈപോളിന്റെ ആക്സിസുമായി 60 ഡിഗ്രി മേക്ക് ചെയ്യുന്നു. അത് നമുക്ക് എന്ത് ചെയ്യാം, ഗിവൺ വാല്യൂസ് ഇട്ട് എഴുതാം. ദിസ് ക്വസ്റ്റ്യൻ ഗിവൺ ദാറ്റ് the dipole moment P will be equal to 4 into 10 to the power minus 9 coulomb centimeter and R will be equal to 0.3 centimeter. നമ്മൾ പഠിച്ചിരുന്നു electrostatic potential on the axial line will be equal to 1 by 4 pi epsilon naught P cos theta divided by R square. ഈ കേസിൽ തീറ്റ എന്ന് പറഞ്ഞാൽ 0 ആണ്. So cos theta become 1. So balance V will be equal to 1 by 4 pi epsilon P divided by R square. നമ്മൾ തന്നിരിക്കുന്ന വാല്യൂസ് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് സമയത്ത് ഇക്വേഷൻ become 9 into 10 to the power 9 into 4 into 10 to the power minus 9 divided by 0.3 the whole square. ഞാനിവിടെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടും ഫൈനൽ ആൻസർ 400 വോൾട്ട്. നമ്മൾ ഇനി ക്വസ്റ്റ്യൻ ബിയിലേക്ക് പോകുന്ന സമയത്ത് നമുക്കറിയാം ഓൺ ദ ഇക്വിറ്റോറിയൽ ലൈൻ. ഇക്വിറ്റോറിയൽ ലൈൻ ആയ സമയത്ത് angle theta become 90, so cos theta becomes 0. That is cos theta becomes cos 90, cos 90 is equal to 0. So electrostatic potential at the equatorial plane is 0. C part like വരുന്നു. On a line making an angle of 60 degree with the dipole axis. അതായത് theta 60 degree ആണ്. So cos theta become cos 60, cos 60 is 1 by 2. So potential V will be equal to 1 by 4 pi epsilon P cos theta divided by R square will be equal to 9 into 10 to the power 9 into 4 into 10 to the power 9 into 1 by 2 divided by 0.3 the whole square. ഞാൻ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഉത്തരം കിട്ടും 200 വോൾട്ട്. നെക്സ്റ്റ് ടോപ്പിക് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഈ പേരുകൾക്ക് തന്നെ മനസ്സിലാവും. ഇക്വിപൊട്ടൻഷ്യൽ, ഇക്വി മീൻസ് ഈക്വൽ. That is equipotential means equal potential. അതായത് ഏതെങ്കിലും ഒരു സർഫസിലെ പൊട്ടൻഷ്യൽ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അത്തരം സർഫസുകൾ വിളിക്കുന്ന പേരാണെന്ത്, ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. നോക്കാം. ബൈ ഡെഫിനിഷൻ any surface which has same electric potential at every point on it is known as equipotential surface. ഏതെങ്കിലും ഒരു സർഫസിൽ എല്ലാ പോയിന്റുകൾക്കും ഈക്വൽ പൊട്ടൻഷ്യൽ ആണുള്ളതെങ്കിൽ അത്തരം സർഫസുകൾ വിളിക്കുന്ന പേരാണത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ആദ്യം നമുക്ക് ഒരു പോയിന്റ് ചാർജും ഉണ്ടാകുന്ന ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്താണെന്ന് നോക്കാം. സോ എൻ്റെ കയ്യിൽ ഒരു പ്ലസ് ക്യൂ ചാർജ് ഉണ്ട്. ഈ ചാർജിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസുകളെല്ലാം റേഡിയലി ഔട്ട്വേർഡ് മൂവ് ചെയ്യുന്നു. ഈ ചാർജിനുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡാണ് ക്യാപിറ്റൽ ഇ. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ V will be equal to 1 by 4 pi epsilon naught Q divided by R. If R is constant, then potential become constant. ഈ പോയിന്റ് ചാർജിൽ നിന്നും R ഡിസ്റ്റൻസ് അകലുള്ള എല്ലാ പോയിന്റുകളിലെയും പൊട്ടൻഷ്യൽ എന്തായിരിക്കും, സെയിം ആയിരിക്കും. എനിക്ക് വരയ്ക്കാൻ സാധിക്കും. ഈ Q ചാർജിൽ നിന്ന് R ഡിസ്റ്റൻസുകളുള്ള പല പോയിന്റുകളിലെല്ലാം ഞാൻ എന്ത് ചെയ്തു, കോൺസെൻട്രിക് സർക്കിൾസ് ഉപയോഗിച്ച് കാണിച്ചിരിക്കുന്നു. ഈ പോയിന്റുകളിലെ എല്ലാ പൊട്ടൻഷ്യൽ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഈ സർഫസിൽ വിളിക്കുന്ന പേരാണെന്ത്, ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. സോ പോയിന്റ് ചാർജിൽ ഉണ്ടാകുന്ന ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്തായിരിക്കും, സ്പെറിക്കൽ ഷേപ്പ് ആയിരിക്കും, ഓർ സ്പെറിക്കലി ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആയിരിക്കും. വൺസ് അഗെയിൻ നമ്മൾ പഠിച്ചിരുന്നു ഒരു പോയിന്റ് ചാർജിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ V എന്ന് പറഞ്ഞാൽ 1 by 4 pi epsilon Q divided by R ആണ്. V is constant if R is constant. R കോൺസ്റ്റന്റ് ആയ സമയത്തായിരിക്കും V കോൺസ്റ്റന്റ് ആയിരിക്കും. സോ equipotent surface of a single point charge are concentric spherical surface centered at the charge. The electric field lines for a single charge Q are radial lines starting from or ending at the charge, depending on whether Q is positive or negative. The electric field at every point is normal to the equipotent surface passing through that particular point. So we can say that for any charge configuration, equipotent surface through a point is normal to the electric field at that point. അടുത്തതായി ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്ന ഇക്വിപൊട്ടൻസ് എന്ന് നോക്കാം. ഇവിടെ ടുവേർഡ്സ് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ എനിക്കൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, വാല്യൂ ക്യാപിറ്റൽ ഇ. ഈ ഒരു ഇലക്ട്രിക് ഫീൽഡിനകത്ത് ഒരു എക്സ് വൈ പ്ലെയിനിൽ ഉണ്ടാകുന്ന എല്ലാ പോർഷനുകളും എന്തായിരിക്കും, ഇക്വിപൊട്ടൻസ് സർഫസ് ആയിരിക്കും. കാരണം ഈ ഒരു പർട്ടിക്കുലർ റീജിയണിൽ എല്ലാ പോയിന്റിലെയും വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആയിരിക്കും, സെയിം ആയിരിക്കും. സോ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പ്ലെയിൻ ആയിരിക്കും, ഓർ
For an uniform electric field, we got plane equipotential surface. So for a uniform electric field, say along the x-axis, the equipotential surface are plane normal to the x-axis, that is plane parallel to the y-z plane. Now we are going to the pictures of some equipotential surface due to a dipole. That is, it looks like as shown in figure. And for the case of a two identical positive charge, it will be like this. Next, properties of equipotential surface. First property, no work is done in moving a charge over an equipotential surface. ഒരു equipotential സർഫസിൽ എല്ലാ പോയിന്റിലെയും പൊട്ടൻഷ്യൽ സെയിം ആണ്. സോ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് കൊണ്ടുവരുന്ന വർക്ക് ഡൺ എന്തായിരിക്കും? 0 ആയിരിക്കും. Second, electric field is always normal to the equipotential surface at every point. Third, equipotential surfaces are closer together in the region of strong field and further apart in the region of weak field. Equipotential surface എപ്പോഴായിരിക്കും? സ്ട്രോങ്ങർ ഫീൽഡിൽ വളരെ ക്ലോസും വീക്ക് ഫീൽഡിൽ വളരെ അപ്പാർട്ടുമായിരിക്കും. ആൻഡ് ദ ഫോർത്ത് പോയിന്റ്, നോ ടു equipotential surface can intersect each other. രണ്ട് equipotential surface ഒരിക്കലും ഇതില്ല ഇന്റർസെക്റ്റ് ചെയ്യത്തില്ല. സോ നെക്സ്റ്റ് ടോപ്പിക്, റിലേഷൻ ബിറ്റ്വീൻ ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ. ഇന്നത്തെ ക്ലാസ്സിലെ അവസാന ടോപ്പിക്കാണ് റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി എൻ്റെ കയ്യിൽ രണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകളുണ്ട്, സർഫസ് എയും സർഫസ് ബിയും. സർഫസ് എയുടെ പൊട്ടൻഷ്യൽ വിയും സർഫസ് ബിയുടെ പൊട്ടൻഷ്യൽ വി പ്ലസ് ഡെൽറ്റ വിയുമാണ്. അതായത് സർഫസ് എയും സർഫസ് ബിയുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെൽറ്റ വി ആണ്. ഓക്കെ, ഈ രണ്ട് സർഫസും ഇ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡിനകത്താണ് എന്ത് ചെയ്യുന്നത്? ഫിറ്റ് ചെയ്തിരിക്കുന്നത്. പി എന്ന് പറഞ്ഞ പോയിന്റ് ബി എന്ന് പറഞ്ഞ സർഫസിലെ ഒരു പോയിന്റ് ആണ്. കൂടാതെ എ എന്ന് പറഞ്ഞ സർഫസിൽ നിന്ന് ഡി എൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിലാണ് പി എന്ന് പറഞ്ഞ പോയിന്റ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. പി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഫോഴ്സിന് എതിരായി എ എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് ഞാൻ മൂവ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു വർക്ക് ചെയ്യണം. ആ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ W is equal to E into DL ആണ്. അതായത് ഇ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ്, ഡി എൽ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് മൂവ്ഡ് ആണ്. സോ ദിസ് വർക്ക് വിൽ ബി സ്റ്റോർഡ് ആസ് ദ പൊട്ടൻഷ്യൽ എനർജി. സോ വി ക്യാൻ റൈറ്റ് W will be equal to VA minus VB. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ ഒബ്സർവ് സമയത്ത് LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്? ഈക്വൽ ആണ്, ദാറ്റ് ഇസ് വർക്ക് ആണ്. സോ വി ക്യാൻ ഇക്വേറ്റ് RHS. So I can write E into delta L will be equal to VA minus V, or E into delta L is equal to V minus V plus delta V. അതായത് ഈ ഇക്വേഷനിൽ വി എയുടെയും വി ബിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഈ ഇക്വേഷൻ നമ്മൾ ന്യൂമറിക്കൽ ഓപ്പറേഷൻ എന്ന സമയത്ത് റൈറ്റ് ഹാൻഡ് സൈഡ് മൈനസ് ഡെൽറ്റ വി മാത്രമാകും. സോ ഐ ക്യാൻ റൈറ്റ് ഇ ഡി എൽ വിൽ ബി ഈക്വൽ ടു മൈനസ് ഡി വി. ഈ ഇക്വേഷന് റീഅറേഞ്ച് സമയത്ത് എനിക്ക് എഴുതാൻ പറ്റും ഇ വിൽ ബി ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി എൽ. Or we can say that electric field is the negative gradient of potential. Electric field ഉം പൊട്ടൻഷ്യൽ തമ്മിലുള്ള റിലേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. That is, electric field is the negative gradient of potential. E will be equal to minus dV by dt. ഒരു ന്യൂമറിക്കൽ എക്സാമ്പിൾ ചെയ്തുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. Question: 3 points A, B and C lie in a uniform electric field E of 5 into 10 to the power 3 Newton per coulomb as shown in figure. Find the potential difference between A and C. ഈ ക്വസ്റ്റ്യൻ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊന്നുണ്ട് 3 പോയിന്റ് ഉണ്ട്, എ ബി ആൻഡ് സി. ഈ 3 പോയിന്റും 5 into 10 to the power 3 Newton per coulomb സ്ട്രെങ്ത് ഉള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് അതാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എ എന്ന് പറഞ്ഞ പോയിന്റും സി എന്ന് പറഞ്ഞതിന്റെ ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ഡയഗ്രാം അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും ട്രയാങ്കിൾ എ ബി സി എന്ന് പറഞ്ഞാൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ആൻഡ് ആംഗിൾ എ ബി സി ഇസ് ദ റൈറ്റ് ആംഗിൾ. കൂടാതെ പോയിന്റ് ബിയും പോയിന്റ് സിയും ലൈ ചെയ്യുന്നത് ഒരു പ്ലെയിനിലാണ്. അല്ലെങ്കിൽ പറയാം പോയിന്റ് ബി ആൻഡ് പോയിന്റ് സി ലൈ ഇൻ ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. സോ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ B and C is 0, or
the potential at B will be equal to potential at C. That is, VB will be equal to VC. And the potential difference between A and C, that is VA minus VC, will be equal to VA minus VB plus VB minus VC. So VA minus VB will be equal to E into dx, and VB minus VC is 0. So VA minus VC will be equal to E dx. And to calculate the value of dx, we can use Pythagoras theorem. So by this Pythagoras theorem, dx will be equal to AB will be equal to root of AC square minus AB square equal to root of pi square minus b square is equal to 4. So the separation between the point A and B is 4. So VA minus VC will be equal to 5 into 10 to the power 3 into 4, that is 200 volt. So by this I am concluding the class. I hope all of you understand today's portion. Thank you.